തിരക്കഥാകൃത്ത് വിനു കുര്യത്തോട് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വിനു കുര്യത്ത്, ഇത്തരം ചില പരാതികളൊക്കെ എവിടെ പോകും, എവിടെ പോയി ഇല്ലാതാകും എന്നുള്ളൊരു സംശയമൊക്കെ പലതവണ നമ്മളൊക്കെ ചർച്ചകളിലൊക്കെ ഉന്നയിച്ചതാണ്. അതിനിടയിൽ സാന്ദ്രയുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നു. അതിൽ ബി ഉണ്ണികൃഷ്ണൻ എന്ന വലിയൊരു പേരുണ്ട്, ആൻഡ്രോ ജോസഫ് എന്ന് പറയുന്ന അടുത്ത വലിയ പേരുണ്ട്. അപ്പോഴും ഇതെല്ലാം സോർട്ട് ഔട്ട് ആയതാണ്, സമവായം ഉണ്ടായതാണ് എന്ന് മാധ്യമങ്ങളോട് പറയുകയാണ് ബി ഉണ്ണികൃഷ്ണൻ. ഒരു വല്ലാത്ത ഭയം അതിനകത്തുണ്ടോ? ഇതിനകത്ത് കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും. മെയിൻ സ്ട്രീം മുഖമായി നിൽക്കുന്ന ആൾക്കാർക്ക് അതിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയില്ല എന്നുള്ളൊരു ഭയമാണോ ഇത്തരം ചില പരാമർശങ്ങൾക്കൊക്കെ പിറകിൽ? ഇപ്പൊ ഞാൻ പല ചർച്ചകളിലും പറയുന്നതാണ്, ഇപ്പൊ കുറെ നാളുകളായിട്ട് സിനിമയിൽ ഒന്നിനു പുറകെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സാൻഡ്ര തോമസിന്റെ പരാതി കുറച്ചു നാൾ മുമ്പേ ഉള്ളതാണ്, ഇപ്പോഴാണ് പോലീസ് കേസെടുത്തെന്ന് പറഞ്ഞു. ഇതിന്റെ സത്യാവസ്ഥ ആക്ച്വലി എനിക്ക് അറിയില്ല എന്താണെന്ന്. പക്ഷെ ഒരു കാര്യം പറയാം, എനിക്കൊന്ന് സാന്ദ്ര ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ബാലതാരമായിട്ട് എന്റെ സിനിമയിലാണെന്ന് തോന്നുന്നു. ചെപ്പുവിൽ കിടന്ന ചങ്ങാതിയിൽ ബാലതാരം സാൻഡ്ര ആണെന്ന് തോന്നുന്നു. പിന്നീട് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. പിന്നീട് ഞങ്ങളെങ്കിലും ആവില്ല. ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ നല്ലപോലെ അറിയാം. ഈ ഇഷ്യൂ എനിക്കറിയില്ലെങ്കിലും എനിക്ക് ഒരു ഇഷ്യൂ വന്നപ്പോ, അതായത് മറ്റുള്ള KPS ലളിത മകൻ സിദ്ധാർത്ഥനുമായിട്ടൊരു പ്രശ്നം വന്നപ്പോ ഞാൻ ഉണ്ണികൃഷ്ണന്റെ അവിടെ പരാതി കൊടുത്തപ്പോൾ എനിക്ക് ശരിക്കും ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. ഒരു പക്ഷേ കാരണം KPS ലളിതയാണ്, സിദ്ധാർത്ഥൻ ചിലപ്പോൾ എനിക്കെതിരായിട്ടൊക്കെ പക്ഷെ ഉണ്ണികൃഷ്ണൻ അവിടെ സത്യസന്ധമായിട്ടാണ് അത് ചെയ്ത് തന്നത്. അതുകൊണ്ട് ഞാനും സിദ്ധു ഇപ്പൊ നല്ല ഫ്രണ്ട്സും ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്ന പൊരുള്, ഏതൊരു കാര്യവും ചർച്ചയിലൂടെ കേസിനൊക്കെ പോകാതെ, ഒരു കുടുംബമാണ് സിനിമ ഇല്ല, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാതെ പോലീസ് സ്റ്റേഷനിൽ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും മിക്കയിടത്തും സംഭവിക്കുന്നത്? ശത്രുത കൂടുകയുള്ളൂ. പക്ഷേ ശ്രീ വിനു കുര്യത്ത്, ഈ 14 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു പരാതി കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വരെ പുറത്താക്കുക, അതേ ഈ തരത്തിൽ ഈ പരാതികളൊക്കെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല എന്നുള്ള ചില മുന്നനുഭവങ്ങളുണ്ട്. രഞ്ജിത്ത് അവിടെ നിൽക്കുന്നു, സിദ്ദിഖ് അവിടെ നിൽക്കുന്നു. ഇതൊക്കെ കണ്ട് ഭയന്നല്ലേ ഈ സമവായം? ഇതിനു മുൻപ് ഈ സമവായത്തിന്റെ ഭാഷയൊക്കെ ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഈ 14 വർഷവും സാൻഡ്ര പടമൊക്കെ ചെയ്തല്ലോ. ഞാൻ ചോദിക്കുന്നത്, സാൻഡ്രയെ സംബന്ധിച്ചിടത്തോളം അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന്റെ ഒരു വിഷമം അവർക്കുണ്ട്. തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ ഒരു എഗ്രിമെന്റ് കാണുമല്ലോ, ആരാണ് സംവിധായകൻ, ആരൊക്കെയാണ് അതിലെ താരങ്ങൾ. അവർ അഭിനയിക്കാൻ വന്നില്ലെങ്കിൽ അവർക്കെതിരെ നടപടിക്ക് പോകാമല്ലോ. ഒരു പടം ഞാൻ ചെയ്യാൻ പോകുന്നു, പക്ഷെ എന്നെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ പോകുന്നതിന്റെ എവിഡൻസ് കാണണം. സാന്ദ്രയ്ക്ക് എന്തോ മാനസികമായിട്ട് ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ, അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമേ പറയാൻ കാരണം അതാണ്. ഞാൻ പറഞ്ഞത് ഇത് കേസിനൊക്കെ പോകാതെ ചർച്ച ചെയ്ത്, പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നിടത്തോളം ഇത് കേസിലേക്ക് പോകും, കാരണം മാപ്പ് പറയണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഉണ്ണികൃഷ്ണൻ, ഞാൻ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണന്റെ രാഷ്ട്രീയം വേറെയാണെങ്കിലും ഞാൻ പറയണ, അദ്ദേഹം വളരെ വ്യക്തവും ശക്തവുമായി സംസാരിക്കുന്ന ഒരു ആളാണ്. പക്ഷെ നീ, എടി, പൊടി അത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കുന്ന ആളേ അല്ല. പുള്ളി ശരിയെന്നുള്ള ഭാഗത്ത് തറപ്പിച്ച് നിൽക്കും. അപ്പോൾ ചിലപ്പം നമുക്ക് തോന്നും, അയ്യോ കണ്ടോ എനിക്ക് ശത്രു ആയാലും. പുള്ളി അങ്ങനെയല്ല. പുള്ളി ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ സംഘടനയ്ക്കുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് എന്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. സാന്ദ്രയുമായിട്ടുള്ള പ്രശ്നം, ഈവൻ ആൻഡ്രോ ജോസഫായിട്ടുള്ള പ്രശ്നമൊന്നും എനിക്കറിയില്ല. എന്തായാലും സാന്ദ്ര ഇനിയും സിനിമ ചെയ്യണം, കാരണം നല്ല പ്രൊഡ്യൂസർ ആണല്ലോ. എത്രയോ സിനിമകൾ സാൻഡ്ര ചെയ്തിരിക്കുന്നു. സാൻഡ്ര ഇനിയും സിനിമകൾ ചെയ്യണം. അതിന് നമ്മളെ